ഇന്ത്യയുടെ അഭിമാന ചന്ദ്രദൗത്യമാണ് ചന്ദ്രയാൻ. ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഈ ദൗത്യം നിർണായകമായ ഒരു ഘട്ടം പിന്നിട്ട് മറ്റൊരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ്. ചന്ദ്രയാൻ 3 ഇന്ന് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിക്കും. വൈകിട്ട് 7 മണിയോടെയാണ് ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് കടക്കുന്നത്. സഞ്ചാരപഥം താഴ്ത്തി പേടകത്തെ ചന്ദ്രനുമായി അടുപ്പിക്കും. ഇതോടെ പേടകം ചന്ദ്രന്റെ ആകർഷണ വലയത്തിലാക്കും. പിന്നീട് അതിന്റെ ബലത്തിലായിരിക്കും ചന്ദ്രയാൻ ഭ്രമണം ചെയ്യുക. ബംഗളൂരുവിലെ ISRO ടെലിമെട്രി ട്രാക്കിംഗ് കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർ പേടകത്തിലെ ഇന്ധനം ജ്വലിപ്പിച്ച് ചന്ദ്ര ഭ്രമണപഥത്തിലേക്ക് താഴ്ത്തുന്ന പ്രക്രിയ വളരെ നിർണായകമാണ്. വേഗ നിയന്ത്രണം ഉൾപ്പെടെ നടത്തി അതീവ ശ്രദ്ധയോടെയാണ് ഈ പ്രക്രിയ പൂർത്തിയാക്കുക. കമാൻഡ് സ്വീകരിക്കുന്നതോടെ ജ്വലനം ആരംഭിക്കും. ത്രസ്റ്റർ 31 മിനിറ്റ് നേരമാകും ജ്വലിപ്പിക്കുക. ഭ്രമണപഥത്തിൽ പ്രവേശിച്ചാൽ പേടകം ചന്ദ്രനെ വലം വയ്ക്കാൻ ആരംഭിക്കും. ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് പ്രവേശിക്കുന്നതോടെ പേടകത്തിന്റെ യാത്രയുടെ 2/3 ദൂരവും പൂർത്തിയാകുമെന്ന് ISRO അറിയിക്കുന്നു. ജൂലൈ 14 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. ഇതിനോടകം 5 തവണ പേടകത്തിന്റെ ഭ്രമണപഥം ഉയർത്തിയിരുന്നു. ആഗസ്റ്റ് 17 പേടകത്തിൽ നിന്ന് ലാൻഡറിനെ വേർപെടുത്തും. പിന്നീട് ലാൻഡർ സ്വയം മുന്നോട്ട് പോകും. ഇറങ്ങാനുള്ള സ്ഥലം കണ്ടെത്തി സോഫ്റ്റ് ലാൻഡിങ്ങിനുള്ള ഒരുക്കങ്ങളായിരിക്കും പിന്നീടുള്ള ഒരാഴ്ചയിൽ. 23 വൈകിട്ട് 5:47 ലാൻഡർ ചന്ദ്രന്റെ മണ്ണിൽ ഇറക്കാനാകും എന്നാണ് പ്രതീക്ഷ. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ മാർസിനസ് യു ഗർത്തത്തിനടുത്താണ് ചന്ദ്രയാൻ ലാൻഡർ ഇറങ്ങാൻ പോകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ലാൻഡിംഗ് കഴിഞ്ഞാൽ റോവർ പുറത്തേക്ക് വരും. ലാൻഡറിലെ ശാസ്ത്ര ഉപകരണങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങും. 14 ദിവസം നീളുന്ന ചന്ദ്രനിലെ പകൽ നേരമാണ് ലാൻഡറിന്റെയും റോവറിന്റെയും ദൗത്യ കാലാവധി.